Good morning all. Welcome to the new session of Entrepreneurship Development. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഓൺട്രപ്രണർ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, അതിൽ ആരാണ് ഓൺട്രപ്രണർ, അതുപോലെ തന്നെ ഓൺട്രപ്രണർ മാനേജറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. സോ സിംപ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഓൺട്രപ്രണർക്ക് ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു BBC ഇംഗ്ലീഷ് ഡിക്ഷണറി ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹൂ സെറ്റപ്പ് എ ബിസിനസ്. ആരാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പേഴ്സണെയാണ് എന്ത് പറഞ്ഞത്, ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കുറച്ച് ഡെഫിനിഷൻസ് അവിടെയുണ്ട്. അക്കോർഡിംഗ് ടു JB Sale ഓൺട്രപ്രണർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഓൺട്രപ്രണർ ഈസ് ഒരാളാണ് ഹു ബ്രിങ്സ് ടുഗദർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്, ആൻഡ് കമ്പൈൻ ദം, അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അല്ലേ ഇൻ ടു എ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ആളാണ് എന്ത് പറഞ്ഞത്, ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹു ഓർഗനൈസസ് ആൻഡ് മാനേജസ് എ ബിസിനസ് അണ്ടർടേക്കിംഗ്. ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് ഓർഗനൈസ് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ആളാണ് ആര്, ഒരു ഓൺട്രപ്രണർ എന്നുള്ളത്. ദെൻ ആൻഡ് അസ്യൂം ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ് ഫോർ ദി സേക്ക് ഓഫ് പ്രോഫിറ്റ്. അല്ലെ, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള റിസ്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ആര്, ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം അല്ലേ, ഹു സെറ്റപ്പ് എ ബിസിനസ് അണ്ടർടേക്കിംഗ്, ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ആര്, ഒരു ഓൺട്രപ്രണർ എന്നുള്ളത്. ഓക്കെ, നമ്മളതിൻ്റെ ഡിഫറൻസ് മാനേജറും അതുപോലെ തന്നെ ഓൺട്രപ്രണർ തമ്മിലുള്ള ഡിഫറൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, an entrepreneur bring about changes in the society. എന്താണ് ഒരു എൻ്റർപ്രണർ സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ആളാണ്. ഓക്കെ, ഒരു എൻ്റർപ്രണർ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആളാണ് ആര്, ഒരു എൻ്റർപ്രണർ എന്നുള്ളത്. അല്ലെ, വെറൈറ്റി ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ട് അവരെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ്, ഇംപ്രൂവ് ടെക്നോളജി പ്രോഡക്റ്റ്സ് ആൻഡ് സൊസൈറ്റി. എന്താണ് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയെയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് പേഴ്സൺ ഹു ടേക്ക് റിസ്ക് ടു അച്ചീവ് ഗോൾ. എന്താണ് ഒരു ഓൺട്രപ്രണർ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ ഹൈലി മോട്ടിവേറ്റഡും ആണ്. ദെൻ ഹു ടേക്ക് റിസ്ക് ടു അച്ചീവ് ഗോൾ. അല്ലെ, അദ്ദേഹത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഒരു ഓൺട്രപ്രണർ ക്രിയേറ്റീവാണ്, എപ്പോഴും പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളാണ് ആര്, ഒരു ഓൺട്രപ്രണർ എന്നുള്ളത്. അതുപോലെ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുക, കാര്യങ്ങൾ നടത്തുക. ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഹി അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് എന്തൂസിയാസിസം. എന്താണ് അദ്ദേഹം ഉന്മേഷത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആവേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്, ഒരു ഓൺട്രപ്രണർ എന്നുള്ളത്. അതുപോലെ തന്നെ ഓൺട്രപ്രണർ ഈസ് ബോത്ത് തിങ്കർ ആൻഡ് ഡോയർ. എന്താണ് ഒരു തിങ്കറാണ്, അതുപോലെ തന്നെ ഒരു ഡോയർ മീൻസ് അല്ലേ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾ, ഒരു കാര്യസ്ഥൻ എന്നുള്ളവർക്ക്. അതുപോലെ തന്നെ പ്ലാനറാണ്, ഫ്യൂച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാർഡ് വർക്കർ, ഒരു ഹാർഡ് വർക്കറും കൂടിയാണ് ആര്, ഒരു ഓൺട്രപ്രണർ എന്നുള്ളത്. ഓക്കെ, നല്ല തിങ്കറാണ്, കാരണം എന്തൊക്കെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ആളാണ്, വളരെ കൃത്യമായിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്കിങ് നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ഡോയറാണ്, അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നടത്തുന്നുണ്ട്. ആൻഡ് പ്ലാനർ, ഫ്യൂച്ചർക്ക് ഓരോ കാര്യങ്ങൾ വളരെ വ്യക്തമായി സുനിശ്ചിതമായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്കറുമാണ്. ദെൻ നെക്സ്റ്റ് എൻ്റർപ്രണർ ക്യാൻ ഫോർസീ ദി ഫ്യൂച്ചർ. ഒരു എൻ്റർപ്രണർക്ക് എന്ത് ചെയ്യും അല്ലേ, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹി ഓൾവേസ് ലുക്സ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദം ഫോർ എക്കണോമിക് ഗെയിൻ. ഒരു ഓൺട്രപ്രണർ എല്ലാ സമയത്തും എന്താണ് ഫ്യൂച്ചറിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് എക്സ്പ്ലോയിറ്റ് ദം ഫോർ എക്കണോമിക് ഗെയിൻ, അതൊരു എക്കണോമിക് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ദെൻ ഹി ബിൽഡ് ന്യൂ എൻ്റർപ്രൈസസ്. അവർ പുതുതായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ
ഓക്കെ, ബിസിനസ് അണ്ടർടേക്കിങ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹി ക്രിയേറ്റ് ക്യാപിറ്റൽ. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഓൺട്രപ്രണർ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The next, he run enterprises not for his personal gain alone but for the benefits of consumers, government and society. എന്താണ് ആ എൻ്റർപ്രണർ പേഴ്സണൽ ഗെയിനിന് മാത്രമാവില്ല ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനൊക്കെയാണ് അല്ലേ? കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആ ഒരു ഗെയിനിന് വേണ്ടിയല്ല. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ഓൺട്രപ്രണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൻ്റെ ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് അല്ലേ? ഒരുപാട് ടൈപ്സ് ഓൺട്രപ്രണർ ഉണ്ട്. അവരെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ടൊക്കെ ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ടൈപ്സിനനുസരിച്ചിട്ട് ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലാസിഫിക്കേഷനാണ് ബിസിനസ് ഓൺട്രപ്രണർ, ട്രേഡിംഗ് ഓൺട്രപ്രണർ, ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, കോർപ്പറേറ്റ് ഓൺട്രപ്രണർ, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് ഓൺട്രപ്രണർ എന്നുള്ളത് ഇവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്കവർ ആൻ ഐഡിയ ആൻഡ് സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, അതിൻ്റെ മീനിങ് ആണ് ബിസിനസ് ഓൺട്രപ്രണറെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിസിനസ് എൻ്റർപ്രണർ എന്നാൽ ഹീസ് ആൻ ഇൻഡിവിജ്വൽ ഹൂ ഡിസ്കവേഴ്സ് എൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ് ആൻഡ് ദെൻ ബിൽഡ് എ ബിസിനസ് ടു ഗിവ് ബർത്ത് ടു ഹിസ് ഐഡിയ. സ്വന്തം ഐഡിയ അല്ലെങ്കിൽ സ്വന്തം സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ആര്? ബിസിനസ് എൻ്റർപ്രണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ഐഡിയാസും സ്വന്തം സ്കില്ലും ഒക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ആര്? ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡിസ്കവർ ആൻ ഐഡിയ അല്ലെ, അദ്ദേഹം സ്വന്തമായിട്ട് ഐഡിയ കണ്ടെത്തും. അതുപോലെ തന്നെ ആൻഡ് സ്റ്റാർട്ട് എ ബിസിനസ്, സ്വന്തമായിട്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അവരാണ് ആര്? ബിസിനസ് എൻ്റർപ്രണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതാണ് ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ്. ഓക്കെ, എന്താണ് ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ്? ഇവർ ട്രേഡിംഗ് മാത്രം നടത്തുള്ളൂ. ഓക്കെ, ഹീസ് ആൻ എൻ്റർപ്രണർ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി മാത്രം നടത്തുള്ളൂ. കാരണം എന്താണ്? ബൈങ് ആൻഡ് സെല്ലിംഗ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. എന്താണ്? വേറെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഗുഡ്സുകൾ അല്ലേ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? വിൽക്കുക. ജസ്റ്റ് ട്രേഡിംഗ് ആണ് ഇവർ നടത്തുന്നത്. ഓക്കെ, ഹി ഡസ് നോട്ട് അണ്ടർടേക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ഇവരെന്തില്ല? മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഇവർ നടത്തുന്നില്ല. ഓക്കെ, മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസിങ് ആൻഡ് സെയിലും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, പ്രൊഡക്ഷന് ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ്. ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ് ഇവിടെ സിമ്പിളായിട്ട് പറയുന്നുണ്ട് മാനുഫാക്ചറിങ്. ഓക്കെ, എന്താണ്? അവർ മാനുഫാക്ചറിങ് ആണ്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ആര്? ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ്. ഹീ ഈസ് ദ ഓൺട്രപ്രണർ ഹു അണ്ടർടേക്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് ആര്? ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ്. എന്താണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ്? ഹീസ് എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഇന്നോവേറ്റീവ് സ്കിൽ ഇൻ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഒരു കമ്പനി ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പറയുന്ന പേരാണെന്ത്? കോർപ്പറേറ്റ് ഓൺട്രപ്രണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിനാഷണൽ കമ്പനി ഓർഗനൈസ് ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ആര്? കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. അഗ്രിപ്രണേഴ്സ് എന്നതിന് പറയാറുണ്ട്. എന്താണ്? അഗ്രികൾച്ചറൽ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആൾക്കാരാണ് ആര്? അത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് മാർക്കറ്റ് നടത്താതെ സെയിൽ ചെയ്യുന്ന ആളാണ് ആര്? അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, ദേ ആർ ഓൺട്രപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് റൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് of crops, fertilizers and other inputs of agriculture.
അഗ്രികൾച്ചറിൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, അതുപോലെ തന്നെ ധാന്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ആഗ്രിപ്രണേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.